നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 22/6/2025 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 200 രൂപ 50 പൈസയും RSS 5 197 രൂപ 50 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 200 രൂപ 50 പൈസയും RSS 5 197 രൂപ 50 പൈസയുമാണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് വെക്കുമ്പോൾ ലൂസ് കിലോ 192 ലോട്ട് കിലോ 177 മുതൽ 182. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 133, 60% DRC ഉള്ള ഒട്ടുപാൽ 99 രൂപ 75 പൈസയാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 192 50 പൈസയും RSS 5 189, ISNL 20 174 രൂപ 50 പൈസ മുതൽ 175 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 113 മുതൽ 123. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ഇന്നും റബ്ബർ കർഷകരും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ടാപ്പിങ്ങിന് ഇറങ്ങില്ല. കാരണം കനത്ത മഴ പെയ്യുകയാണ്. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, ഇന്നലെയും വൈകിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തൊഴിലാളികളെല്ലാം വളരെ നിരാശയിലാണ്. ഇനി കേരളത്തിലെ മറ്റിനം വിലകൾ നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 9235, ഒരു പവൻ 73,880. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,075, ഒരു പവൻ 80,600. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കുക. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില. തേങ്ങ നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ നാടൻ 96, വെളിച്ചെണ്ണ ലിറ്ററിന് നാടൻ വെളിച്ചെണ്ണയ്ക്ക് 420. കൊപ്ര എടുത്തപടി 237, കശുവണ്ടി 116, കൊക്കോ 280 മുതൽ 400. കാഞ്ഞിരക്കുരു 1850, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420. കയർ ഇഴക്കയർ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 220. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 656, ഗാർബിൾഡ് കിലോ 676, കുരുമുളക് പുതിയത് കിലോ 646. ഗ്രാമ്പു 800. നമ്മുടെ അടുക്കളയിലെ ഒരു നിത്യസംഭവമായ തേങ്ങയും വെളിച്ചെണ്ണയും വില തിളയ്ക്കുന്നതിനിടയിൽ കേരളത്തിലെ കോപ്രാക്ഷാമം രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ ഇപ്പോൾ 96 മുതലാണ് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നത്. പലരും കൊപ്രയാക്കാൻ നിൽക്കാതെ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് തീർക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. കൊപ്ര കിട്ടാതായോടെ പല ചെറുകിട മില്ലുകാരും ഉൽപ്പാദനം നിർത്തി വെളിച്ചെണ്ണയുടെ. ഇപ്പോൾ കമ്പോളത്തിൽ കൊപ്രയ്ക്ക് 237 രൂപയാണ് എടുത്തപടി. കർണാടകം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കൊപ്ര കേരളത്തിൽ എത്തായതോടെ സംസ്ഥാനത്ത് കൊപ്രക്ഷാമം രൂക്ഷമായത്. അതാണ് ഈ വെളിച്ചെണ്ണ വിലയും കൂടാൻ കാര്യം. വിളവെടുത്തപ്പോൾ പ്രതീക്ഷിച്ച വിളവും കിട്ടാത്തതും ഇതിന് തിരിച്ചടിയായി. ഇത്രയും സമയം ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി.